ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, അതുപോലെ അടുത്തതായി നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻ എന്നൊക്കെയാണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വേറെ ഒരു വശം, ഒരു മറുവശം ഉണ്ടെന്ന് ചിന്തിക്കാൻ നിങ്ങൾ പഠിച്ചു. അതാണ് നിങ്ങളുടെ ശക്തി. എന്തു കാര്യവും അതിനാൽ തന്നെ നന്നായി ചിന്തിച്ച് പക്വതയോടെ എടുത്തുചാട്ടം മതിയാക്കി സമീപിക്കാൻ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും മറ്റുള്ളവരിൽ കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആകുക, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവരെ ആശ്രയിക്കുക എന്നതാണ് നിങ്ങളുടെ വീക്ക്നെസ്. മറ്റുള്ളവരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ എപ്പോഴും നിസ്സാര കാര്യങ്ങൾക്ക് പോലും ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഇല്ലെങ്കിൽ അവരുടെ സ്നേഹമില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സ്നേഹം നഷ്ടപ്പെടുമോ എന്നെല്ലാമുള്ള ഭയം, അത് മാറ്റണം. പരമാവധി ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക. ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. അവരുണ്ടാകും കൂടെ, ഇവരുണ്ടാകും കൂടെ എന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചിരിക്കുന്നത് മണ്ടത്തരമാണ്. കാരണം അവർക്കും അവരുടേതായ കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ. അതിനും വില കൊടുക്കണം. ഇനി നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ എന്ത് എന്നതിന് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എന്ന കാർഡാണ് ലഭിച്ചത്. അമിതമായ ചിലവുകളെ ക്രമീകരിച്ച് ആവശ്യത്തിന് മാത്രം പണം ചിലവാക്കുക. ഒരു സാമ്പത്തിക സ്ഥിരതയ്ക്കു വേണ്ടി പ്രവർത്തിക്കുക. ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഭക്തി, കരുതൽ, സെൽഫ് കെയർ, ഗാർഡനിങ് ഇവയിൽ ഫോക്കസ് കൊടുത്ത് മനസ്സിനെ ശാന്തമാക്കുക. അതുപോലെ പുതിയ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ്. താങ്ക് യു ഡിയേഴ്സ്.